കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ആശുപത്രിക്കുള്ളിലും നിരാഹാര സമരം തുടർന്ന് സോനം വാങ്ചുക്. ഭക്ഷണമോ മരുന്നോ സ്വീകരിക്കാൻ വാങ്ചുക് തയ്യാറായിട്ടില്ല. ലക്ഷ്യം കാണുന്നതുവരെ പിന്മാറില്ലെന്നാണ് സോനത്തിന്റെ നിലപാട്. സോനത്തെ ആശുപത്രിയിൽ നിന്ന് പുറത്തുവിടുന്നതുവരെ അഭിജിത് ദീപ്കെയും SFI ദേശീയ പ്രസിഡന്റ് ആദർശ് എം സജിയും നിരാഹാര സമരം തുടരും. ആദിൽ പാലോട് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അതിലേറെ നാടകീയ രംഗങ്ങളായിരുന്നു ഇന്നലെ നടന്നത്. സോനം വാങ്ചുകിനെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു, അദ്ദേഹത്തെ ആശുപത്രിയിലാക്കുന്നു. അദ്ദേഹത്തിന് ഒരു അറിയിപ്പുമില്ലാതെ ഒന്നും നൽകരുതെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഒപ്പം CJP നേതാവ് നിരാഹാര സമരം തുടങ്ങുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ പ്രധാനപ്പെട്ടതാണ്. ആശുപത്രിയിലും അദ്ദേഹം നിരാഹാര സമരം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. സോനം വാങ്ചുക് നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഈ മാസം 20-ാം തീയതി അതായത് നാളെ വരെ സമരം തുടരും. എന്തു വന്നാലും സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. അതിനിടെയാണ് ദില്ലി ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഒരു ഡോക്ടർ സംഘത്തെ നിയോഗിക്കുകയും പിന്നാലെ ദില്ലി പോലീസ് മറയൊക്കെ തീർത്ത് സോനം വാങ്ചുകിനെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. അവിടെയും സമരം തുടരാൻ തന്നെയാണ് സോനം വാങ്ചുക് തീരുമാനിച്ചിരിക്കുന്നത്. ഭക്ഷണമോ മരുന്നോ സ്വീകരിക്കില്ല എന്ന നിലപാടാണ് ഡോക്ടർമാരെ സോനം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെ തന്നെ സോനം വാങ്ചുകിന്റെ ഭാര്യ ഗീതാഞ്ജലി തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഭക്ഷണമോ മരുന്നോ സോനത്തിന് നൽകരുത് എന്ന കർശനമായ നിർദ്ദേശം അത് ഡോക്ടർമാർക്ക് നൽകിയിരുന്നതാണ്. നിലവിൽ പൾസ്, BP, ഓക്സിജൻ എന്നിവ സാധാരണ നിലയിലാണെന്നും നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുമാണ് സഫ്ദർജംഗ് ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സോനം വാങ്ചുകിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തുവിടുന്നത് വരെ രണ്ടുപേർ, വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, അത് CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ, CPM-ന്റെ വിദ്യാർത്ഥി സംഘടന SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശ് എം സജി, അങ്ങനെ രണ്ടുപേർ നിരാഹാര സമരം തുടരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ സമരം കൂടുതൽ സജീവമാവുകയാണ്. 100 കണക്കിന് യുവാക്കളാണ് ഇന്നലെ ജന്തർ മന്ദറിലേക്ക് ഈ സംഭവത്തിന് പിന്നാലെ ഒഴുകിയെത്തിയത്. നാളെ പാർലമെന്റിലേക്ക് വലിയൊരു മാർച്ച്, വമ്പൻ മാർച്ച് എന്ന നിലയിൽ തന്നെ ഒരു പ്രതിഷേധ റാലി കൂടി CJP സംഘടിപ്പിക്കുന്നുണ്ട്. റോഷ്നി, ആദിൽ പാലോടാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെ ഒരു സമരം ശക്തമായി തുടരുമ്പോഴും കേന്ദ്ര സർക്കാർ ഒരു ചർച്ച, അതിനുള്ള ഒരു തയ്യാറെടുപ്പുകളും നടത്തുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും കൈമാറുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.